listening to Radio 90 FM, Voice of Amal Jyoti, the celebration of knowledge. നൂറുമേനി പൊന്നുവിളയും മണ്ണിലൂടെ. പൊതുവെ പുറത്തേക്കൊക്കെ ചെല്ലുമ്പോൾ കൃഷിക്കാരെല്ലാവരും പറയാറുള്ളത് കൃഷി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണെന്നാണ്. തീർച്ചയായിട്ടും ആ ദാനത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് യുവതലമുറയുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഇവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നൂറുമേനിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഒരു യുവ കർഷകൻ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ആവുന്നുണ്ട്. ആരാണെന്ന് നോക്കാം, ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സെബിൻ സജി. ഞാൻ ഇവിടെ കൂട്ടുതറ നിന്ന് വരുന്നു. ഞാനിവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ്, 3ാം വർഷം വിദ്യാർത്ഥിയാണ്. എരുമേലി പഞ്ചായത്തിലെ മികച്ച യുവ കർഷകനുള്ള അവാർഡ് നേട്ടത്തിലാണ് ഇപ്പോൾ സെബിൻ ഉള്ളത്. എങ്ങനെ തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതിൽ കൂടുതൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ അവാർഡ് കിട്ടിയതിൽ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്തിന്റെ ബേസിസിലാണ് ഇങ്ങനൊരു അവാർഡ് സെബിനെ തേടിയെത്തുന്നത്? ഞാൻ തേനീച്ച കൃഷിയുണ്ട്, മെയിനായിട്ട് തേനീച്ച കൃഷി. എൻ്റെ ഫാദർ 18ാമത്തെ വയസ്സ് മുതൽ തേനീച്ച കൃഷി സ്റ്റാർട്ട് ചെയ്താൽ അപ്പം ഞാനും തേനീച്ച കൃഷി ഹാൻഡിൽ ചെയ്യും. അപ്പം അതിനെല്ലാം ബേസ് ചെയ്ത് ഞങ്ങൾ ഒരു മെഷീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഫുള്ളി ഓട്ടോമേറ്റഡ് ഹണി എക്സ്ട്രാക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് അവർ വിലയിരുത്തിയാണ് എനിക്കൊരു യുവ കർഷകനുള്ള അവാർഡ് അവർ തന്നെ. വീട്ടിൽ തേനീച്ച കൃഷിയുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ഇതെല്ലാം ചെയ്യുന്ന കണ്ടപ്പം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അച്ഛനും അമ്മയും അനിയനും സ്പെഷ്യലായിട്ട് ചെയ്യും. അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ തേനെടുത്ത് കഴിഞ്ഞ് ഒരു 3 ദിവസത്തോളം കഷ്ടപ്പാടുകൾ വരുന്നുണ്ട്. തേനെടുത്ത് അത് അരിച്ച് പിന്നെ അതിൻ്റെ മെഴുകെല്ലാം മാറ്റി അരിക്കുന്ന പ്രോസസ്സാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ കണ്ടന്റ്, കാലാവസ്ഥ മാറി വരുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ കണ്ടന്റ് വരുവാണെങ്കിൽ അത് നമ്മൾ വെയിലത്ത് വെച്ച് ചൂടാക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു 3 ദിവസത്തെ മേളിൽ ഇതിൻ്റെ കഷ്ടപ്പാടുണ്ട് വരുന്നുണ്ട്. അത് പിന്നെ ഈച്ച നമ്മളെ കുത്തൂലോ, അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും വേറെയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചാണ് ഞങ്ങൾ ടീംമേറ്റ് ഉണ്ട്, ഞങ്ങൾ 2-3-4 പേര് മേളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്. മെയിൻലി ഞാനും എൻ്റെ വേറെ ഡെനിറ്റ് എന്ന് പറയുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഇന്ന് ആലോചിച്ചു, അപ്പോൾ ഒരു ഹണി എക്സ്ട്രാക്ടർ ഫുള്ളി ഓട്ടോമേറ്റഡ് എന്തുകൊണ്ട് ചെയ്തുകൂടാ? മാനുവലി വ്യത്യസ്തമായിട്ട് നമുക്ക് ഫുള്ളി ഓട്ടോമേറ്റഡ് എന്തുകൊണ്ട് ചെയ്തുകൂടാ ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അതിൻ്റെ ഞങ്ങളൊരു കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇതിൻ്റെ റിസർച്ചിങ് നടത്തുമായിരുന്നു. റിസർച്ച് നടത്തിയ നേരത്ത് ഞങ്ങളിപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനുഫാക്ചറിങ് ചെയ്ത് ഒരു പേറ്റന്റ് അതിന്റെ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളിപ്പം മെഷീൻസ് ഫുള്ളി കർഷകർക്ക് എത്തുന്നു. ഇത്തരത്തിലൊരു മെഷീൻ കണ്ടുപിടിച്ച സെബിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് കർഷകർക്ക് കൂടി ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ മെഷീൻ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള എന്തെങ്കിലും മെഷീനെ കുറിച്ച് പറയാനുണ്ടോ? കൃഷിക്കാർക്ക് വേണ്ടി ഒരു എഗ് ഇൻക്യുബേറ്റർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത് മുട്ട വിരിയിക്കുകയും നല്ല രീതിയിൽ അത് പ്രോസസ്സിങ് നല്ല രീതിയിൽ അപ്രൂവൽ ആവുകയും ചെയ്തതാണ്. നല്ല രീതിയിൽ അത് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും. നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ വിരിയും നമുക്ക്. അങ്ങനെ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻക്യുബേറ്റർ ഉണ്ട് വീട്ടിൽ. പിന്നെ തേനീച്ച കർഷകർക്ക് വേണ്ടി ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഹണി എക്സ്ട്രാക്ടർ അതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഗ്രൂപ്പായിട്ട് ഹണി എക്സ്ട്രാക്ടർ എല്ലാം ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. ഇൻക്യുബേറ്റർ ഞാൻ തന്നെ ചെയ്തത്. പിന്നെ നമ്മുടെ റബ്ബർ കർഷകർക്ക് വേണ്ടി ഒരു മെഷീൻസ് കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3ഓളം ഐറ്റംസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റബ്ബർ കർഷകർക്ക് വേണ്ടി കണ്ടുപിടിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തേൻ കൃഷി എന്ന് പറയുന്നത് പൊതുവെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃഷി തന്നെയാണ്. അപ്പോൾ ഈ കാലാവസ്ഥയിലെ വ്യതിയാനം എങ്ങനെയാണ് തേൻ കൃഷിയെ ബാധിച്ചിട്ടുള്ളത്? നമുക്ക് കാലാവസ്ഥ മെയിൻ പ്രശ്നമാണ്. ഇപ്പം ഞങ്ങൾക്ക് ഒരു 2018 ആണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ തേനീച്ച വളർന്നു വന്നിട്ട് നമുക്ക് മഴ കാരണം ഈ തേൻ കിട്ടാതെ വന്നു. ഭയങ്കര ഇപ്പം തേനീച്ച കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാതെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. അവർ ഇതിൻ്റെ പുറകിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കാലാവസ്ഥ മെയിൻ. എന്തായാലും കാലാവസ്ഥയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ഭൂമി തരുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വേറെ ബദൽ മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കർഷകർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻ കണ്ടെത്തി അവർക്ക് ഇച്ചിരി എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തുക എന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പം അതിനാണ് ഞങ്ങൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ഹണി എക്സ്ട്രാക്ടർ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഇതിൻ്റെ കുറേ ഒരു 4 സ്റ്റേജ് ഉണ്ട്. നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടി 4 സ്റ്റേജായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് നമുക്ക് കൺട്രോൾ യൂണിറ്റ്, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കർഷകർക്ക് ചെറിയ കൺട്രോൾ യൂണിറ്റ് നമുക്ക് അവർക്ക് മനസ്സിലായി ചെയ്യാവുന്ന ഏത് കർഷകർക്കും നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളിത് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഫിൽറ്ററിങ് എല്ലാം നമുക്ക് യൂസ് ചെയ്യും. ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അപ്പം അവർക്ക്
അവർക്ക് ഇത് പോകും എന്നുള്ള ടെൻഷൻ വേണ്ട. പോയാലും ഞങ്ങൾ അതിന്റെ ഒരു റീപ്ലേസിങ് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള ഞങ്ങളെല്ലാം കൂടെ നോക്കിയാണ് ഇത് ചെയ്യുന്നത്. നൂറുമേനിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സെബിന്റെ തേൻ കൃഷിയെ കുറിച്ചുള്ള വിശേഷങ്ങളും പഠനങ്ങളും ഒക്കെ തന്നെ. തേൻ കൃഷി സെബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. തേനീച്ച കൃഷി ശരിക്കും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സോഴ്സ് ആണ്. കാരണം നമുക്കിപ്പം തേനീച്ചയുടെ തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ആണ്, പിന്നെ നമുക്ക് ഫുഡ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ഇതിന്. മിനറൽസ് അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബോഡിക്ക് നല്ലതാണ്. നമ്മുടെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ, പിന്നെ ഫാറ്റ്, നല്ല രീതിയിൽ ഫാറ്റ് കുറയും. അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് തേൻ ഒരു നല്ലൊരു ഗുണമേന്മയുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സെബിനും സെബിന്റെ കുടുംബവും ചേർന്നാണ് തേൻ കൃഷി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു വിപണന സാധ്യതയെ എങ്ങനെയാണ് സെബിൻ നോക്കിക്കാണുന്നത്? ഞങ്ങൾക്ക് ഇപ്പം വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം ഇത് ഭയങ്കര ആവശ്യമായിട്ട് രീതിയിലുള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കും. പിന്നെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മലനാട് സൊസൈറ്റി അവർക്ക് നമ്മളിത് കൊടുക്കും. അപ്പൊ അവര് നമ്മുടെ നിന്ന് കളക്ട് ചെയ്ത് അത് അവര് ഡീലേഴ്സിന് കൊടുക്കും. അങ്ങനെയാണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഇൻഫാം, ഖാദി ബോർഡ് അങ്ങനെയുള്ള കുറെ സംഘടനയുണ്ട് ഈ ഹണി കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ സെബിൻ, ശുദ്ധമായ തേനിനെ കുറിച്ച് അറിയാൻ എന്താണ് ഒരു വഴി? കാരണം നമ്മുടെ പൊതുനിരത്തിലെല്ലാം ഇന്ന് ശർക്കര കലക്കിയതോ പഞ്ചസാര ചേർത്തിട്ടോ ഉള്ള തേൻ നമുക്ക് ലഭ്യമാണ്. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഒന്ന് മനസ്സിലാക്കി ശുദ്ധമായ തേനിനെ തിരിച്ചറിയുന്ന വഴി എന്ന് പറയുന്നത്? ഒരു ഗ്ലാസ് വെള്ളത്തിൽ തേൻ ഒന്ന് കലക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ തേന്റെ വിസ്കോസിറ്റി വ്യത്യാസം ഉള്ളതുകൊണ്ട് വെള്ളവും തേനുമായിട്ട് വേർതിരിഞ്ഞ് കിടക്കും. ശർക്കര കലക്കിയതൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളമായിട്ട് മിക്സ് ആയി കിടക്കും. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ വേർതിരിച്ച് കാണാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറ കൃഷിയിലേക്ക് വരണമെന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിലോട്ടൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. അപ്പം സെബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? നമുക്ക് കൃഷി ഉണ്ടേനെ നമ്മൾ ജീവനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷി ചെറിയ രീതിയിൽ എങ്കിലും ചെയ്യുക. ഇപ്പം വീട്ടിൽ പയർ നടാൻ പറ്റുമെങ്കിൽ പയർ നടുക, ഇല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ നമുക്ക് പറ്റുമോ അതെല്ലാം ചെയ്യുക. അപ്പം പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തല്ലോ, കർഷകരില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ നാടേ ഇല്ല എന്ന് പുള്ളി ഒരു ഇത് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കും അതേ പറയാനുള്ളൂ. കർഷകരെ സ്നേഹിക്കുക, കർഷകർക്ക് വേണ്ടി മുന്നോട്ട്. ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരെ കർഷകർക്ക് വേണ്ടി മെഷീൻസ് കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും. ഇപ്പം ടെക്നോളജി ആകെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുക. അപ്പം കർഷകർക്ക് വേണ്ടി ടെക്നോളജി മാറ്റുക. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചാൽ നല്ലതാണ്. ഇനിയും സെബിന് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. കർഷകർക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള മിഷനറീസുകളൊക്കെ സെബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് റേഡിയോ 90 FM-ഉം ഞങ്ങളും ശ്രോതാക്കളും ഒക്കെ ചേർന്ന് ആശംസിക്കുകയാണ്. എന്തായിരുന്നാലും നൂറുമേനിയുടെ ഈ ഒരു അധ്യായം മനോഹരമാക്കി തീർത്ത സെബിന് ഒത്തിരി നന്ദി. കൂടെ ഉണ്ടായിരുന്നത് RJ വർക്കിയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് നൂറുമേനിയുടെ ഒരു മനോഹരമായ എപ്പിസോഡായിരുന്നു കേട്ടോ. ഇവിടെ വൈൻഡപ്പ് പറയാൻ സമയമായിരിക്കുകയാണ്. ഹിയർ RJ വർക്കി സൈനിങ് ഓഫ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 90 FM, വോയിസ് ഓഫ് അമൽ ജ്യോതി. ഇത് അറിവിന്റെ ആഘോഷം.